കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനികയാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം ശ്രീമതി മിനിക. പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. മാലിന്യമുക്തം നവകേരളത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഏറാമല. ജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ മികച്ച പഞ്ചായത്ത് എന്ന അംഗീകാരമടക്കം ലഭിച്ചിട്ടുണ്ട്. ഈ മികവ് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള ഭരണ സംവിധാനത്തിന്റെ ക്ഷേമ വികസനങ്ങൾ എങ്ങനെയാണ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താനാവുക? കന്നുകാലിച്ചന്ത, ഓർക്കാട്ടരി കന്നുകാലിച്ചന്ത എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചന്ത നടക്കുന്ന പഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. ഇവിടെ നമ്മള് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം. ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ജൈവ മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ അജൈവ മാലിന്യ സംസ്കരണവും, രണ്ട് മാലിന്യ സംസ്കരണവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. 42ഓളം ഹരിത കർമ്മസേനയും അവർക്ക് സഹായിയായി ഒരാളും അതേപോലെ തന്നെ ഡ്രൈവറും ഉൾപ്പെടെ 44 ആളുകൾ പ്ലാന്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ജൈവ മാലിന്യ സംസ്കരണം നമ്മൾ നടത്തുന്നത് ഓർക്കാട്ടരി ടൗണുകളിലുള്ള എല്ലാ കടകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയും ഹോട്ടലുകളിൽ അതുപോലെ തന്നെ കൂൾബാറുകൾ, പച്ചക്കറി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ ജൈവ മാലിന്യം കൊണ്ടുവരികയും അത് വളമാക്കി സംസ്കരിച്ച് മാറ്റി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവ പച്ചക്കറിക്ക് സ്വന്തമായി വളം സംഭാവന അല്ലെങ്കിൽ വളം പദ്ധതി നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അജൈവ മേഖലകളിൽ പ്ലാസ്റ്റിക്, മറ്റ് ചെരുപ്പ്, ബാഗ് ഇതുപോലത്തുള്ള അജൈവ മാലിന്യ സംസ്കരണവും മികച്ച രൂപത്തിൽ വീടുകളിലൊക്കെ കയറി 100% യൂസർ ഫീ വാങ്ങിച്ച് ഏറ്റവും മികച്ച രൂപത്തിൽ ആ പദ്ധതിയും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ വാർഷിക പദ്ധതിയിൽ നിന്നും ചെലവഴിച്ച്, ശുചിത്വ പദ്ധതിയിൽ നിന്നും ചെലവഴിച്ച് നമ്മൾ അവർക്ക് മികച്ച രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ സംസ്കരണ പ്രക്രിയ നടത്താൻ ജൈവ മാലിന്യത്തിനും അജൈവ മാലിന്യത്തിനും സെപ്പറേറ്റ് ആയി തന്നെ സ്ഥാപനങ്ങളും അവർക്ക് സ്വന്തമായി കെട്ടിടവും അതിന്റെ എല്ലാ മെഷീനറീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഹരിത കർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം തന്നെയാണ്. ഇത്തരത്തിൽ ഈ നവകേരളത്തിന് വേണ്ടി നമ്മൾ ഒരു യജ്ഞം പുരോഗമിക്കുമ്പോൾ ഈ ഹരിത കർമ്മ സേനാംഗങ്ങളെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഹരിത കർമ്മസേന അംഗങ്ങളെ കൃത്യമായി എല്ലാ മാസവും അവലോകന യോഗം നടത്തുകയും അതിന് ഓരോ പോരായ്മകളും കണ്ടെത്തി ആ പോരായ്മ ഉപസമിതിയിൽ കൂടി അവലോകനം നടത്തി ഭരണസമിതി അതിനുവേണ്ടി എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ, എല്ലാ സർക്കാർ പൊതുസ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, അംഗൻവാടി ഉൾപ്പെടെ, എല്ലാ സ്കൂളുകളും ഉൾപ്പെടെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ HI ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം നമ്മളെ പറഞ്ഞയക്കുകയും പരിശോധന നടത്തുകയൊക്കെ നടപ്പിലാക്കി റിംഗ് കമ്പോസ്റ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള സാധനങ്ങളൊക്കെ നൽകി മികച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ രംഗത്ത് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ വാർഡുകളിലും ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ലൈഫ് മിഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളും അതോടൊപ്പം തന്നെ എല്ലായിടത്തും കുടിവെള്ളം എത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ എങ്ങനെയാണ് ഈ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായത്? ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത് സർക്കാരിന്റെ പദ്ധതിയാണ്. അതിന്റെ ഭാഗമായി 206ഓളം ഗുണഭോക്താക്കളാണ് ഏറാമല ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ പദ്ധതി വിഹിതം ലഭിക്കുന്നതിനനുസരിച്ച് പരമാവധി ആളുകളെ കൊണ്ട് നമ്മൾ എഗ്രിമെന്റ് വെച്ച് അതിദരിദ്രരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും എഗ്രിമെന്റ് വെപ്പിച്ച് വീടുകൾ എടുക്കാനും, പൈസ പെട്ടെന്ന് കിട്ടാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പദ്ധതികൾ ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നിലവിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ ഇതുവരെയും നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ ഹരിത കർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ മികവുറ്റ രീതിയിൽ പുരോഗമിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും അതോടൊപ്പം 100% യൂസർ ഫീ വാങ്ങുന്നതിൽ നേട്ടം കൈവരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഫണ്ട് വിനിയോഗിച്ച് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചായത്ത് കൂടിയാണ് ഇത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. മിനിക നമ്മളോടൊപ്പം തുടരുകയാണ്. മിനിക, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നിലവിൽ ഈ ലൈഫ് മിഷന്റെയും അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഈ ഗതാഗത സൗകര്യങ്ങൾ എത്രത്തോളം നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട്? മികച്ച രൂപത്തിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ മികച്ച രൂപത്തിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഈ 4 വർഷത്തിനിടയ്ക്ക് ഏകദേശം 270ഓളം റോഡുകൾ, പുതിയ റോഡുകൾ നിർമ്മിക്കാൻ, അതിൽ കൂടുതൽ റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതിനെ നമ്മൾ MGNRS പദ്ധതി ഉൾപ്പെടെയുള്ള ആ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച രൂപത്തിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലിപ്പോ ചെറിയൊരു പ്രയാസം കിടക്കുന്നത് ഈ കുടിവെള്ള പദ്ധതി നേരത്തെ ചോദിച്ചില്ലേ, ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കീറിയിട്ടിട്ടുള്ള നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടെ ഇപ്പോൾ സ്പിൽ ഓവറായി കിടക്കുകയാണ്. അതായത് നേരത്തെ ഉള്ള റോഡുകൾ പൈപ്പിടുന്നതിന്റെ ഭാഗമായി കീറി മുറിച്ചതിന്റെ ഭാഗമായി അത് റീസ്റ്റോർ ചെയ്ത് തരാത്തത്, അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്നതിന്റെ ഭാഗമായി റീസ്റ്റോർ ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഭാഗമായി ചില വാർഡുകളിൽ റോഡ് തകർന്നു കിടക്കുന്നുണ്ട്. എന്ന് ചോദിച്ചാൽ അടിസ്ഥാന വികസനം, ഗതാഗത യോഗ്യത എന്ന് ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ പോകുന്ന ഒരു പഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്? കുടുംബശ്രീ എല്ലാം ഇതിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഇവരുടെ ഈ കൂട്ടായ്മകളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും മികച്ച കൂട്ടായ്മകൾ ഉണ്ടാകുന്ന ഗ്രാമപഞ്ചായത്താണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഭാവിയൊക്കെ കണ്ടുകൊണ്ട് മികച്ച രൂപത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പദ്ധതിയിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംരംഭക ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക്, അംഗൻവാടിയിലുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലുള്ള 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പ്രഖ്യാപനം എന്ന തരത്തിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ കുട്ടികൾക്കുണ്ടായിട്ടുള്ള പോരായ്മകൾ, ചെവി കേൾക്കായ്മയോ അല്ലെങ്കിൽ കണ്ണ് കാണായ്മയോ അങ്ങനെ അല്ലെങ്കിൽ ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ ഭാവിയിൽ ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പദ്ധതികളും സമ്പൂർണ്ണ ആരോഗ്യ കാർഡ് വിതരണം ചെയ്തുകൊണ്ടുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആരോഗ്യ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുകയാണ്. ഓർക്കാട്രി CHC ആണ് ഏറ്റവും നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അവിടെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനം ആരോഗ്യ രംഗത്ത് നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള 5 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, അതായത് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ ഞങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ്. അടുത്ത വർഷത്തോടുകൂടി 5 സബ് സെന്ററിനും പുതിയ കെട്ടിടങ്ങളുള്ള കേന്ദ്രമായി ഏറാമല ഗ്രാമപഞ്ചായത്തിനെ മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അംഗൻവാടികൾക്ക് 34 അംഗൻവാടികളാണുള്ളത്. അതിൽ 28ഓളം അംഗൻവാടികളാണ് നേരത്തെ സ്വന്തമായി കെട്ടിടമുണ്ടായിരുന്നത്. ഈ 4 വർഷത്തിനിടക്ക് നമ്മൾ 6ഓളം അംഗൻവാടികൾ പുതുതായി നിർമ്മിക്കുകയും ഈ അവസാനം 14ാം വാർഡിലുള്ള ഒരു അംഗൻവാടി ഈ മാർച്ച് 31 പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാ അംഗൻവാടിക്കും സ്വന്തമായി കെട്ടിടമുള്ള അംഗൻവാടിയായി മാറുന്ന ഗ്രാമപഞ്ചായത്തായി ഏറാമല ഗ്രാമപഞ്ചായത്ത് മാറും എന്നത് മാത്രമല്ല, എല്ലാ അംഗൻവാടിയെയും നവീകരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, മെയിൻറ്റെയിൻസ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ഓരോ വർഷവും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് അംഗൻവാടികൾ മാറണം, പുതിയ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായുള്ള പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരാട്ട പരിശീലനം കുട്ടികൾക്ക് മാനസികപരമായും ശാരീരികമായും കരുത്ത് പകരുക എന്നതിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് 10 വയസ്സ് മുതൽ മുകളിലുള്ള ആളുകൾക്ക് കരാട്ട പരിശീലനം നൽകുന്ന പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ സ്കൂളുകൾക്ക് സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രക്ഷൻ മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ എടുത്തു പറയേണ്ടതാണ്, ഈ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനായി വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ലഹരി വിരുദ്ധത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി
4 വാർഡുകൾ ചേർന്ന് 4 വീതം വാർഡുകൾ ചേർന്ന് സെപ്പറേറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് ആ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കുകയാണ്. ഇപ്പോ ഈ മാസം ലാസ്റ്റോടുകൂടി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക് 13 വയസ്സിന് ചോടെയുള്ള കുട്ടികൾക്ക് സ്പോർട്സ് മത്സരം, അതായത് അവർക്ക് ഫുട്ബോൾ, വോളിബോൾ എന്നീ 2 വിഭാഗത്തിൽ ഉൾപ്പെടുത്തി മത്സരം നടത്തി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകാനുള്ള ഒരു പ്രവർത്തനം കൂടി ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഇട്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഇനിയുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് പൂർത്തീകരിക്കാനുള്ളത്? അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഹരി വിമുക്തമാക്കാൻ വേണ്ടി അവരെ കളിക്കളത്തിലേക്കും ലൈബ്രറിയിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുകയാണ്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യാൻ ഏറാമല ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ലൈബ്രറികൾ, നേരത്തെ ഉണ്ടായിരുന്ന 2 ലൈബ്രറികൾ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ആധുനിക സൗകര്യങ്ങൾ, കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ പുസ്തകങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതിയും ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും വലിയ രീതിയിലുള്ള ഉന്നമനങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ വയോജനങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് സൗമ്യമായി മുന്നോട്ട് പോകുന്നത്? പാലിയേറ്റീവിന് ആയുർവേദ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ആയുർവേദത്തിന്റെ പാലിയേറ്റീവിന്റെ സേവനം ഡോക്ടർ നേരിട്ട് പോയി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഹോമിയോപ്പതി, എല്ലാം അലോപ്പതി എല്ലാം നേരിട്ട് പോയി അവർക്ക് വീടുകളിൽ എത്തിയിട്ടുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് എല്ലാവരെയും വർഷത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിളിച്ചു ചേർത്ത് അവർക്ക് ആഘോഷപൂർണമായ എല്ലാവിധ മാനസിക ഉല്ലാസവും നൽകുന്ന, അതായത് ആശുപത്രിയുടെയും 4 ചുവരുകൾക്കുള്ളയും പുറത്തേക്ക് വന്ന് അവർക്ക് ആവശ്യമായ മാനസിക ഉല്ലാസം ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഞങ്ങൾ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച രൂപത്തിൽ അവർക്ക് ആസ്വദിക്കാവുന്ന രൂപത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രൂപത്തിൽ നടത്തിയിട്ടുണ്ട്. വയോജനങ്ങളുടെ കാര്യവും എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ വയോജനങ്ങൾക്ക് ആവശ്യമായ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും അവർക്കുള്ള ഓരോ വാർഡുകളിലും പ്രത്യേകം കമ്മിറ്റികൾ രൂപീകരിച്ചും അവിടെയുള്ള പരിശോധനകളും ഏത് രൂപത്തിലുള്ള പ്രയാസമാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള മാനസികപരമായ കരുത്ത് നൽകുന്ന ഒക്കെ പ്രചോദനം നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങള് ഇവിടെ ഗ്രാമപഞ്ചായത്തിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം രാത്രിയോടുകൂടി തിരിച്ചു വരുന്ന രൂപത്തിൽ ഏറ്റവും മികച്ച ഒരു ഉല്ലാസപരമായ ഒരു യാത്ര, ബോട്ട് യാത്രയൊക്കെ നടത്തി മികച്ച രൂപത്തിലുള്ള പ്രവർത്തനവും ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും വേണ്ടിയും നടപ്പിലാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും അവരുടെ കലോത്സവം, അതേപോലെ തന്നെ അവർക്ക് ക്ഷേമ പെൻഷൻ, അവർക്കുള്ള സ്കോളർഷിപ്പ് എല്ലാവരെയും കൃത്യമായി പരിഗണിച്ച് ഒരാളെ പോലും വിട്ടുപോവാത്ത രൂപത്തിൽ അവർക്ക് സ്കോളർഷിപ്പ് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവരെ ടൂറിന് കൊണ്ടുപോകാൻ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം അവസാനം ഈ വർഷത്തെ ഭിന്നശേഷിക്കാർക്കുള്ള യാത്ര ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടിയൊക്കെ പഞ്ചായത്തിന്റെ പദ്ധതിയിലുള്ള തുക മാത്രമല്ല, സ്പോൺസർഷിപ്പിലൂടെയും ഞങ്ങൾ തുക കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായി കൊണ്ടുപോകുന്നത്. തീർച്ചയായും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതുപോലെ മാതൃകാപരമായിരിക്കട്ടെ, തുടർന്നുള്ള ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി മിനിക. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക എന്നിവരാണ് നമ്മളോടൊപ്പം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.